മുത്തൂറ്റ് ഫിനാൻസ് മുത്തൂറ്റ് ജോർജ് എം ജോർജ് ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. മികവുറ്റ വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനായി പിന്തുണ നൽകുന്ന പദ്ധതിയുടെ 9ാം പതിപ്പാണിത്. 9 വർഷത്തിനിടെ 400ഓളം വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹരായത്. രാജ്യവ്യാപകമായി ബിടെക്, MBBS, BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് ഈ അധ്യയന വർഷം പ്രവേശനം ലഭിച്ച 210 വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പുകൾ സമ്മാനിച്ചത്. കേരളത്തിൽ നിന്നുള്ള 30 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. MBBS, BTech, BSc നഴ്സിംഗ് എന്നീ കോഴ്സുകൾക്കായുള്ള 10 വീതം വിദ്യാർത്ഥികളെയാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത്. MBBS വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തേക്ക് ഓരോ വർഷം 60,000 രൂപ വീതവും, BTech, BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തേക്ക് ഓരോ വർഷവും 30,000 രൂപ വീതവും സ്കോളർഷിപ്പാണ് ലഭിക്കുക. കേരളത്തിൽ നിന്നുള്ള സ്കോളർഷിപ്പ് ജേതാക്കൾക്കായി 48 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത്. MBBS സ്ട്രീമിന് ആകെ 1.68 കോടി രൂപയാണ് അനുവദിക്കുന്നത്. 2025-26 അധ്യയന വർഷം 210 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനായി 3.36 കോടി രൂപയാണ് മുത്തൂറ്റ് ഫിനാൻസ് നീക്കിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ സ്കോളർഷിപ്പിനായി 4.62 കോടി രൂപയാണ് ചെലവാക്കിയത്. രാജ്യത്തെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം വികസിപ്പിക്കുന്നതിൽ കമ്പനിക്കുള്ള പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നതെന്ന് മുത്തൂറ്റ് ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റ് പറഞ്ഞു. Our selection of candidates for this is merely based on the marks you have obtained in the qualified examinations. Wherever you have acquired the maximum marks, the best marks in the qualifying examinations, subject to your income levels also is how we have chosen. So we have chosen the best of people, I'm sure. പ്രൊഫഷണൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് സുസ്ഥിരവും അർത്ഥവത്തുമായ പിന്തുണയാണ് ലക്ഷ്യമെന്ന് മുത്തൂറ്റ് ഫിനാൻസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജ് എം ജോർജ് പറഞ്ഞു. ഇത്തരം പദ്ധതികൾ ആത്മവിശ്വാസത്തോടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നുവെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ സുരേന്ദ്രമോഹൻ പറഞ്ഞു. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് മാനേജിംഗ് ഡയറക്ടർ CJ ജോർജ്, എറണാകുളം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R ഷഹീർ ഷാ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.